എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ആറാമത്തെ സെമസ്റ്ററിലുള്ള എലക്റ്റീവ് പേപ്പറായ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾസിനകത്തുള്ള രണ്ടാമത്തെ മൊഡ്യൂളിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് AC ഡ്രൈവ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു മൊഡ്യൂളിൽ ഭൂരിഭാഗം ടോപ്പിക്കും നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. അഞ്ചാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻഡക്ഷൻ മെഷീൻ എന്നുള്ള തിയറി പേപ്പർ, അതേമാതിരി AC മെഷീൻ ലാബ് 1, അതേപോലെ നിങ്ങളിപ്പോൾ ആറാമത്തെ സെമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിങ്കറസ് മെഷീൻ ആൻഡ് FHP മോട്ടർ, ഇത്രയും പാഠഭാഗങ്ങളിൽ ഇത്രയും സബ്ജക്റ്റിൽ നിങ്ങൾ കവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഒന്ന് ചുരുക്കി പറയുന്നത്. അതേപോലെ നിങ്ങൾ അഞ്ചാമത്തെ സെമസ്റ്ററിൽ പഠിച്ച പവർ ഇലക്ട്രോണിക്സിനകത്തുള്ള കുറച്ച് ടോപ്പിക്സും നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുമ്പേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നുകൂടി ക്രോഡീകരിച്ചിട്ട് ഒന്നുകൂടി ലളിതമാക്കിയിട്ടൊരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഡ്രൈവ്സിനകത്തുള്ള രണ്ടാമത്തെ മൊഡ്യൂൾ AC ഡ്രൈവ്സ് എന്നുള്ളത്. അപ്പോൾ മുന്നേ പഠിച്ച ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആ കാര്യങ്ങൾ നമുക്കിവിടെ പരീക്ഷ എഴുതാനും പാസ്സാവാനൊക്കെ ആവശ്യം വരും. മാത്രമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്, ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുവോ അത്രയും കാലം AC ഡ്രൈവ്സ് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. അത്രയും അധികം ഒരു പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ AC ഡ്രൈവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന പാഠഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ PPTക്കകത്ത് കാണിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മളിന്ന് വിശദമായിട്ട് തന്നെ സംസാരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് AC മോട്ടറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു ബോർഡ് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഒന്നുമല്ല, എങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെന്തൊക്കെയാണ് മോട്ടർ, എവിടെയൊക്കെയാണെന്നുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ നാലാമത്തെ മൊഡ്യൂൾ, അതായത് ഓരോ ഇൻഡസ്ട്രിക്കകത്തും എന്തൊക്കെ ടൈപ്പ് ഓപ്പറേഷനാണ് നടക്കുന്നത്, അവിടെ ഏതൊക്കെ ടൈപ്പ് മോട്ടറുകളാണ് ഉപയോഗിക്കുന്നത്, ആ മോട്ടറിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നാലൊരു ഫീൽഡിൽ പോയാലും അത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മുടെ നാലാമത്തെ മൊഡ്യൂളിനകത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്കത് ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ AC മോട്ടർ എന്നുള്ളത് ഇതിൻ്റെ ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ മാത്രമേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ. കൂടുതൽ വിശദമായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ കഴിയുക സിങ്കർണസ് മോട്ടർ എന്നുള്ളതാണ്. സിങ്കർണസ് മോട്ടറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ് സിങ്കർണസ് മെഷീൻ ആൻഡ് FHP എന്നുള്ളൊരു പേപ്പർ. അപ്പോൾ അതിൽ സിങ്കർണസ് മോട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് എപ്പോഴും കറങ്ങുക. അപ്പോൾ സിങ്കർണസ് മോട്ടർ എന്നുള്ളത് യൂണിറ്റി പവർ ഫാക്ടറിലായിരിക്കും മിക്കവാറും വർക്ക് ചെയ്യുക. അതിൻ്റെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ സിങ്കർണസ് മോട്ടറിനകത്തുള്ള ലോഡ് കൂടുകയാണെന്ന് വിചാരിക്കുക. ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് സിങ്കർണസ് മോട്ടറിൻ്റെ സ്പീഡ് കുറയുക, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് സ്പീഡ് വേണ്ട സ്ഥലങ്ങളിൽ സ്പീഡ് ഇങ്ങനെ വാരി ചെയ്യാതെ ഇപ്പോൾ 1000 RPM സെറ്റ് ചെയ്താൽ തുടക്കം മുതൽ അവസാനം വരെയും 1000 RPM തന്നെ കറങ്ങേണ്ട ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത്ര സന്ദർഭങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ സിങ്കർണസ് മോട്ടറാണ് ഉപയോഗിക്കുക. പിന്നെ അതേപോലെ ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ സബ്സ്റ്റേഷനകത്ത് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സിങ്കർണസ് മോട്ടർ ഉപയോഗിക്കും. സിങ്കർണസ് മോട്ടർ ഭൂരിഭാഗം സിങ്കർണസ് മോട്ടറും യൂണിറ്റി പവർ ഫാക്ടറിലാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അടുത്തത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഡെയിലി ലൈഫിൽ ഇഷ്ടംപോലെ കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ റൂമിലിരിക്കുമ്പോൾ നമ്മൾ കാറ്റ് കിട്ടാൻ വേണ്ടി ഇടുന്ന സീലിംഗ് ഫാന്, അതേമാതിരി ടേബിൾ ഫാന്, വീട്ടിൽ വെള്ളമടിക്കാൻ ഉപയോഗിക്കുന്ന മറ്റേ മോട്ടർ, അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഭൂരിഭാഗം മെഷീൻസും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. പക്ഷേ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെൽഫ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ആ സെൽഫ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി ഉണ്ടാവാത്തതുകൊണ്ട് അതിനകത്ത് തന്നെ നമ്മൾ ആ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറൊക്കെ ആക്കിയിട്ട് മാറ്റും. അതാണ് നമ്മൾ പറയാറ് കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട്, ഇൻഡക്ഷൻ റൺ മോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിശദമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ ഒരു വിഷയമാണ്. പിന്നെ രണ്ടാമത് ഒരു നിശ്ചിത പരിധി വരെ നമുക്ക് സിംഗിൾ ഫേസ് മോട്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു ടോർക്കിനും അതിൻ്റെ കപ്പാസിറ്റിക്കും ഒക്കെ ഒരു പരിധി ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വിചാരിക്കാം, ഇപ്പോൾ നമ്മൾ കോയൽ കിണർ എന്ന് വിചാരിക്കാം. കോയൽ കിണർ എന്നുള്ളത് ഇപ്പോൾ ഒരു സാധാ വീട്ടാവശ്യത്തിനുള്ളൊരു കോയൽ കിണർ കുത്തി അതിനകത്ത് നമ്മളൊരു സബ്മേഴ്സിബിൾ പമ്പ് ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സിംഗിൾ ഫേസ് ഉള്ള സബ്മേഴ്സിബിൾ പമ്പ് ഇറക്കിയാൽ മതിയാവും. നേരെ മറിച്ച് ഒരു കുടിവെള്ള പദ്ധതിക്ക് നമ്മളൊരു കോയൽ കിണർ കുത്തി അതിനകത്തൊരു സബ്മേഴ്സിബിൾ പമ്പ് ഇറക്കണം. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ഫേസ്
മോട്ടർ ഉപയോഗിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആവശ്യങ്ങൾ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം പമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു തോത് കുറയും. ഒരു മിനിറ്റിൽ ചിലപ്പോൾ ഇത്ര ലിറ്റർ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാ ഒരു മോട്ടർ, ഒരു സിംഗിൾ ഫേസ് മോട്ടർ ഒരു മിനിറ്റിൽ ഒരു 100 ലിറ്റർ പമ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കുടിവെള്ള പദ്ധതിക്ക് ചിലപ്പോൾ ഒരു മിനിറ്റിൽ 1000 ലിറ്റർ പമ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു എന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം മാത്രമാണ്, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ സിംഗിൾ ഫേസ് മോട്ടർ തികയാത്ത അവസ്ഥ വരും. അപ്പോൾ കുറച്ചുകൂടി പവർ റേറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലുള്ള മോട്ടർ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 ഫേസ് മോട്ടർ ഉപയോഗിക്കും. അപ്പോൾ ചെറിയ ലോഡുകളും ചെറിയ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പരമാവധി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കാറ്. അതിന് സെൽഫ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അതിന് വേണ്ടൊരു സ്റ്റാർട്ടിങ് മെത്തേഡ് അതിൽ നമ്മൾ കൊടുക്കുക ചെയ്യുക. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഒരു സിംഗിൾ ഫേസ് മോട്ടറിനൊക്കെ സെൽഫ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുക. അടുത്തത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ പ്രധാനമായിട്ടും 2 തരത്തിലുള്ളത്. ഒന്ന് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും അടുത്തത് സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടറും. അപ്പോൾ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടർ എന്നുള്ളത് നമ്മൾ 99% ഉപയോഗിക്കാത്തൊരു മോട്ടറാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ല സ്റ്റാർട്ടിങ് ടോർക്ക് ഉണ്ടാവും. അതായത് അതിന് തുടക്കത്തിൽ നല്ല ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലിഫ്റ്റ്, ക്രെയിന് പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുക. ചില സ്റ്റാർട്ടിങ്ങിൽ നല്ല ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നല്ല ഓവർലോഡിങ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഉപയോഗിക്കാതെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് വരുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ലിഫ്റ്റ്, ക്രെയിന് പോലത്തെ സ്ഥലത്തൊക്കെ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കും നമ്മൾ പറഞ്ഞു. പക്ഷേ നല്ല ബാക്കിയുള്ള ഭൂരിഭാഗം സ്ഥലത്ത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറാണ്, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുക. അവിടെ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിന് പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടർ അതിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ടാവും, റോട്ടർ വൈൻഡിങ് ഉണ്ടാവും. റോട്ടർ വൈൻഡിങ് എന്നുള്ളത് സ്ലിപ്പ് റിങ് വഴി എൻറ്ററിങ്ങൊക്കെ വെച്ച് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ ചെയ്യുക. അതിലേക്ക് നമുക്ക് പവർ സപ്ലൈയും കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കൂടും, അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് കൂടും, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്കില്ലുള്ള ആൾക്കാർ വേണം. പിന്നെ മാത്രമല്ല ഓവറോൾ പെർഫോമൻസ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രവർത്തന ചെലവ് നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറേ ഡ്രോബാക്സ് സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടറിനുണ്ട്. അപ്പോൾ അത്രയും ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ നിലനിൽക്കൊണ്ട് പ്രത്യേക സ്ഥലങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിലും മാത്രമേ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കാറുള്ളൂ. ബാക്കി ഭൂരിഭാഗം സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്ററിനകത്തൊരു 3 ഫേസ് വൈൻഡിങ് ഉണ്ടാവും. അതിനകത്തേക്ക് നമ്മളൊരു 3 ഫേസ് സപ്ലൈ കൊടുക്കും. റോട്ടർ എന്നുള്ളത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ സ്ലിപ്പ് റിങ്ങിനകത്തുള്ള പോലെ വൈൻഡിങ് കാര്യങ്ങളൊന്നുമല്ല കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ ഒരു റൗണ്ട് ഷേപ്പിലൊരു സാധനം കാണാം മറ്റേ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടർ നോക്കിക്കഴിഞ്ഞാൽ. അതിനകത്തേക്ക് പ്രത്യേകിച്ച് സപ്ലൈ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്ററിലേക്ക് നമ്മളൊരു 3 ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു റിവോൾവിങ് മാഗ്നിഫയർ ഉണ്ടാവും. അത് റോട്ടറിൻ്റെ കണ്ടക്ടറായിട്ട് കട്ട് ചെയ്ത് അവിടെ ഒരു EMF ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും, അപ്പോൾ ഒരു മാഗ്നിഫയർ ഉണ്ടാവും. അത് ലെൻസസിലെ പ്രകാരം മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. എന്നിട്ട് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ 99% ഉപയോഗിക്കുന്നത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ ചെലവ് കുറവാണ്, പ്രവർത്തന ചെലവ് കുറവാണ്. സാധാരണ ആൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഒരു മെഷീൻ കേടുവന്നാൽ മാറ്റി റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു സാധാ ടെക്നീഷ്യൻ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന് സ്ലിപ്പ് റിങ്ങിൻ്റെ അത്ര സ്റ്റാർട്ടിങ് ടോർക്ക് ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഓവർലോഡ് കപ്പാസിറ്റി നന്നായിട്ടുണ്ടാവും സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്തു, അത് റണ്ണിങ് കണ്ടീഷനിലായി. അതിനെ മെഷീൻ റൺ ചെയ്ത് തുടങ്ങി വിചാരിക്കാം. റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേശ്ശായിട്ട് ഓവർലോഡ് കൊടുത്താലും മെഷീൻ കറങ്ങിക്കൊണ്ടേയിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഏകദേശം മെഷീൻ താങ്ങാവുന്ന പരിധി വരെ നമുക്ക് ലോഡ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ നിന്ന് പോകും. അപ്പോൾ ഭൂരിഭാഗം ഇൻഡസ്ട്രിക്കാലത്ത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുക. പിന്നെ ഒരു കാലഘട്ടം വരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് DC മോട്ടറുകളാണ്. DC മോട്ടറുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ കൂടാൻ കാരണം അതിനകത്ത് സ്പീഡ് കൺട്രോൾ വളരെ ഈസി ആയിരുന്നു. AC മോട്ടറിനകത്ത് സ്പീഡ് കൺട്രോൾ അത്ര ഈസി ആയിരുന്നില്ല. പക്ഷേ DC മോട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പവർ സപ്ലൈ AC ആണ്. ആ AC നമ്മൾ റെക്ടിഫൈ ചെയ്ത് DC ആക്കിയിട്ട് വേണം DC മോട്ടർ ഉപയോഗിക്കണമെങ്കിൽ. അതേമാതിരി DC മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതേപോലെ അതിനകത്ത് കാർബൺ ബ്രഷും കമ്മ്യൂട്ടേറ്റർ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കൂടും, റണ്ണിങ് കോസ്റ്റ് കൂടും, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും. അത് ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് സ്കില്ലായിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ വേണം. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നമ്മുടെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിനില്ല.
അതിനകത്ത് AC പവർ സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്, റണ്ണിങ് കോസ്റ്റ് കുറവാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. സാധാരണ ആൾക്കത് ഓപ്പറേറ്റ് ചെയ്യാം, സാധാരണ ആൾക്കത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പിന്നെ അതിനകത്ത് സ്പീഡ് കൺട്രോൾ എന്നുള്ള ഒരു കാര്യമാണ് വലിയൊരു ചർച്ചയിൽ വന്നിരുന്നത്. അതുകൂടി ഒന്ന് അടിപൊളിയായിട്ട് കിട്ടുകയാണെങ്കിൽ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ അങ്ങനെ പവർ ഇലക്ട്രോണിക്സും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഡെവലപ്പായി. അങ്ങനെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ, സ്പീഡും ടോർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച റേഞ്ചിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ DC മോട്ടർ കംപ്ലീറ്റ് എടുത്തു കളഞ്ഞ് ഇപ്പോൾ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇൻഡസ്ട്രിയുടെ പ്രവർത്തനം ഒന്നും കൂടി പ്രവർത്തന ചെലവ് കുറച്ചുകൂടി പ്രൊഡക്ഷനും അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞതിൽ തന്നെ ഈ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡും ബ്രേക്കിംഗ് മെത്തേഡും സ്പീഡ് കൺട്രോൾ മെത്തേഡൊക്കെ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സർക്യൂട്ടാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊരു ഒരു ബേസിക് ഐഡിയ തരിക എന്നുള്ളതാണ് ഈ ഒരു സിലബസ് ഇട്ട ആളുകൾ ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ ഇത്രയും ഭാഗം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഇതും ഒരു മെയിൻ ക്വസ്റ്റ്യനോ കാര്യങ്ങളൊന്നും അല്ല, എങ്കിലും നമുക്ക് അറിയണം ഇൻഡക്ഷൻ മോട്ടർ എവിടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ചുറ്റുപാട് എവിടെയൊക്കെ ഈ മോട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് ഒരു 2-3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചു. ഇനിയിപ്പോൾ അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ വെള്ളമടിക്കാൻ ഉപയോഗിക്കും, സീലിംഗ് ഫാൻ ഉപയോഗിക്കും, കൂളിംഗ് ഫാനായിട്ട് ഉപയോഗിക്കും, മാതിരി ലൈറ്റിനകത്ത് ഉപയോഗിക്കും, പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് ഉപയോഗിക്കും, അതേപോലെ ഇൻഡസ്ട്രിക്കകത്ത് ഉപയോഗിക്കും. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കുന്നുണ്ടാവും. ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. പിന്നെ അടുത്തത് 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, പെർഫോമൻസ് ക്യാരക്ടേഴ്സ് ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഇത് ബോർഡ് എക്സാമിൻ്റെ ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്, 8 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ അവിടെ സ്പീഡ് വേസ് ടോർക്കും സ്പീഡ് വേസ് ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള ഒരു ചെറിയ ഗ്രാഫാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്ത് കൊടുക്കാൻ കാരണം മറ്റേ ബുക്കിനകത്ത് ചിലപ്പോൾ ഒരുപാട് ഗ്രാഫ് അവിടെയൊക്കെ കണ്ടാവും, പക്ഷെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഗ്രാഫ് ഇതാണ്. അപ്പോൾ പെർഫോമൻസ് ക്യാരക്ടർ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാർക്കിനാണ് അധികം ചോദിക്കുക, ചിലപ്പോൾ 7 മാർക്കിന് 8 മാർക്കിന് ചോദിക്കും. അപ്പോൾ 6 മാർക്കിൻ്റെ അവിടെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് വരയ്ക്കുക. അതിന് ഒരു ആക്സിസിൽ ടോർക്കും ആർമേച്ചർ കറണ്ടും, അടുത്ത ആക്സിസിൽ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്നുള്ള നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഗ്രാഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തു. അതിന് ശേഷം ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലുള്ള ടോർക്ക്, റണ്ണിങ് ടൈമിലുള്ള ടോർക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു മെഷീൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മുകളിലുള്ള ലോഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ സ്പീഡ് കുറയും, ടോർക്ക് കൂടും. അതുമാതിരി ലോഡ് കുറച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, സ്പീഡ് കൂടുകയും ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു മെഷീൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ലോഡ് ഇങ്ങനെ കൂട്ടി വന്നു, കൂട്ടി വരുന്തോറും ലോഡ് കൂടുന്തോറും ടോർക്ക് കൂടി വരും. അപ്പോൾ സ്പീഡ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഇനിയിപ്പോൾ ലോഡ് കുറച്ച് കൊണ്ടുവരിക, അപ്പോൾ ടോർക്കും കുറഞ്ഞു വരും, സ്പീഡ് എന്ത് ചെയ്യും, കൂടി വരും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാറിൽ ഇപ്പോൾ ഒരു 3 ആളുണ്ട്. അപ്പോൾ ആ വണ്ടിക്ക് ഒരു സ്പീഡ് ഉണ്ടാവും. ആ കാറിൽ ഇപ്പോൾ ഒരു 7 ആളുള്ളൂ വിചാരിക്കുക. അപ്പോൾ 7 ആളുള്ളപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും, വണ്ടിയുടെ ടോർക്ക് എന്ത് ചെയ്യും, കൂടണം. ഇനിയിപ്പോൾ 7 ആൾ മാറിയപ്പോൾ വണ്ടിയിൽ 2 ആളായി വിചാരിക്കുക, അപ്പോൾ വണ്ടിയുടെ ടോർക്ക് കുറയും, സ്പീഡ് എന്ത് ചെയ്യും, കൂടും. അതേപോലെ ഒരു തന്നെയാണ് നമ്മുടെ ഇൻഡക്ഷൻ മെഷീൻ്റെ കേസിലും വരിക. അപ്പോൾ ഇത് 6 മാർക്കിന് അല്ലെങ്കിൽ 7-8 മാർക്കിന് ചോദിക്കും, സ്ഥിരമായിട്ട് 6 മാർക്കിനെ ചോദിക്കാറ്. അപ്പോൾ ഈ ഗ്രാഫ് വരച്ചിട്ട് ഈ ഒരു ഇൻഡക്ഷൻ മെഷീൻ്റെ സ്പീഡും ടോർക്കും നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്ന് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അടുത്തത് ഇൻഡക്ഷൻ മെഷീൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡുകളാണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ, അതായത് 5ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾ ഇൻഡക്ഷൻ മെഷീൻ്റെ ആ ഒരു പേപ്പറിനകത്ത് ഇത് നന്നായിട്ട് പഠിച്ചൊരു പാഠഭാഗമാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് 3 സ്റ്റാർട്ടറാണുള്ളത്, ഡ്യുവൽ സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അപ്പോൾ ഇത് എന്താണെന്ന് ഇതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ കഴിഞ്ഞ സെമിനുകൾ പഠിച്ചത് തന്നെ ഇവിടെ വീണ്ടും എടുത്തെഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒരു സ്റ്റാർട്ടർ ഒരു പരീക്ഷയ്ക്ക് ഒരു 7 മാർക്കിന് 8 മാർക്കിന് എന്തായാലും ചോദിക്കും. അപ്പോൾ സ്റ്റാർട്ടർ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസിലും പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കണം, അതാണ് സ്റ്റാർട്ടറിൻ്റെ മെയിൻ പരിപാടി. 2 ഇപ്പോൾ നമ്മൾ 3 ഫേസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാണ്, ഇപ്പോൾ 3 ഫേസ് സപ്ലൈ ഇല്ല, 2 ഫേസേ ഉള്ളൂ, അപ്പോൾ മെഷീൻ സ്റ്റാർട്ട് ആവാൻ പറ്റില്ല. അപ്പോൾ അത് സ്റ്റാർട്ടർ അത് മെഷീനെ പ്രൊട്ടക്റ്റ് ചെയ്യും. മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ 3 ഫേസ് സപ്ലൈക്ക് ഒരു സപ്ലൈ ഫെയിലായി, ഇപ്പോൾ 2 ഫേസ് സപ്ലൈ വരുന്നുള്ളൂ. അപ്പോൾ മെഷീൻ്റെ റണ്ണിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മെഷീനെ കേടാണ്, അത് സ്റ്റാർട്ടറിനകത്ത് വരും. മെഷീൻ ഓവർലോഡായി കഴിഞ്ഞാൽ മെഷീൻ ഓഫ് ആക്കണം, അല്ലെങ്കിൽ മെഷീന് കേടുവരും. ആ ഒരു ഫംഗ്ഷനും നമ്മൾ സ്റ്റാർട്ടറിനകത്ത് വയ്ക്കും.
അപ്പോൾ സ്റ്റാർട്ടറിൻ്റെ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കുക എന്നുള്ളതിൽ മാത്രം എന്ത് ചെയ്യുന്നില്ല, ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേഷനൊക്കെ അതിൽ വരും. അതായത് സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കൽ, പിന്നെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 ഫേസ് സപ്ലൈയും അതിനകത്ത് വോൾട്ടേജും പവറൊന്നും ശരിക്കും അവൈലബിൾ അല്ലെങ്കിൽ മെഷീൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുമാതിരി മെഷീൻ റണ്ണിങ് കണ്ടീഷനിലാണെങ്കിൽ പവർ ഫെയിലിയർ വന്നാൽ മെഷീൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. മെഷീൻ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മെഷീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്ന സ്റ്റാർട്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന 3 സ്റ്റാർട്ടർ, DOL സ്റ്റാർട്ടർ, അത് 10 kW വരെയുള്ള മോട്ടറിൽ അത് ഉപയോഗിക്കാം. പിന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, പിന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അപ്പോൾ ഇത്രയും സ്റ്റാർട്ടറുകളാണ് അതായത് പ്രധാനമായിട്ടും വരുന്നത്. അത് ഞാൻ തന്ന സ്റ്റഡി മെറ്റീരിയൽ വളരെ സിമ്പിളായിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങൾ മുമ്പത്തെ സെമസ്റ്ററിൽ അത് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഈസി വെച്ചാൽ അത് എടുത്തിട്ട് എഴുതുക. എന്തായാലും അത് ഒഴിവാക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിന്ന് 8 മാർക്കിൻ്റെയോ 7 മാർക്കിൻ്റെയോ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സ്റ്റാർട്ടറിനെ കുറിച്ചിട്ടായിരിക്കും അവിടെ ചോദിക്കേണ്ടാവുക. അടുത്തത് ഇൻഡക്ഷൻ മെഷീൻ്റെ ബ്രേക്കിംഗ് മെത്തേഡ്. ഇതും നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച സാധനം തന്നെയാണ്. അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്കുണ്ട്, ഞാൻ തന്ന മെറ്റീരിയലിലും ഈ സാധനം കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു മെഷീൻ ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെഷീനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം, അതായത് മെഷീനെ നമുക്ക് നിർത്തണം. അതിനാണ് ബ്രേക്കിംഗ് മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ മെയിനായിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ്, അതേമാതിരി പ്ലഗിങ്, അതേമാതിരി ഡൈനാമിക് ബ്രേക്കിംഗ് ഒക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്താറ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു മോട്ടറിനെ പിടിച്ചിട്ട് ജനറേറ്റർ ആക്കേണ്ട പരിപാടിയാണ് എന്ത്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടർ ഒരു സിംഗനസ് സ്പീഡിൻ്റെ താഴെ ആയിരിക്കും കറങ്ങുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ മെഷീൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടി. ഇപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ സിംഗനസ് സ്പീഡിൻ്റെ മീതെ കറങ്ങണം വിചാരിക്കുക, അത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു ഇൻഡക്ഷൻ ജനറേറ്ററായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ എടുക്കുന്നതിന് പകരം മോട്ടർ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സപ്ലൈ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മളതിനെ പിടിച്ച് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുക. അതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മോട്ടർ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ എടുക്കും. ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് അത് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് ലൈനിലേക്ക് സപ്ലൈ കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് ലൈനിൽ കണക്ട് ചെയ്ത മറ്റു ഉപകരണങ്ങൾ ഈ ഒരു പവർ സപ്ലൈനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതേപോലെ പ്ലഗ് എന്ന് പറയുമ്പോൾ പവർ വൈബി ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ഷനിൽ മെഷീൻ കറങ്ങും. പവർ വൈബിയിൽ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പിന്നെ മെഷീൻ കറങ്ങുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മെഷീനെ ബ്രേക്ക് ചെയ്യുന്നതാണ് പ്ലഗിങ് എന്ന് പറയാം. അതുപോലെ ഡൈനാമിക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പവർ സപ്ലൈ നമ്മൾ എന്ത് വിച്ഛേദിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ വരുന്ന ഒരു സഡൻ പവറിനെ വേറെ ഒന്നിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ഡൈനാമിക് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഫിഗറും കാര്യങ്ങളും വിശദാംശങ്ങളൊക്കെ നമ്മൾ തന്ന മെറ്റീരിയലുണ്ട്. നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്, നമ്മൾ വീണ്ടും പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വീണ്ടും അവിടെ തന്നെ വ്യത്യസ്തമായി പറയുന്നില്ല. ഈ ബ്രേക്കിംഗ് മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ഒരു 7 മാർക്കിനോ 8 മാർക്കിനോ എന്ന് ചോദിക്കും. അതൊന്ന് വിശദീകരിച്ചത് 2 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ എഴുതി വയ്ക്കേണ്ടത്. 7 മാർക്കിന് 8 മാർക്കിനുള്ള എസ്സേ ക്വസ്റ്റിൻ്റെ അവിടെ ഈ സാധനം ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മുമ്പ് പഠിച്ച അതേ സാധനം തന്നെ വീണ്ടും എടുത്ത് എഴുതാം. ഞാനിപ്പോൾ തന്ന മെറ്റീരിയലുണ്ട്, അത് നല്ല രീതിയിൽ പഠിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത നമുക്ക് ഇതിൻ്റെ ഇൻഡക്ഷൻ മെഷീൻ്റെ സ്പീഡ് കൺട്രോളിൽ ഇപ്പോൾ എന്തെല്ലാം മെത്തേഡുകളാണ് ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ DC മെഷീനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ DC മെഷീൻ മാറിയിട്ട് അത് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോൾ നമുക്ക് ഈസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സ്പീഡ് കൺട്രോളാണ് ഒരു ഇൻഡക്ഷൻ മെഷീനകത്ത് പോസിബിൾ ആയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കാണാം പോൾ ചേഞ്ച് മെത്തേഡ്, സ്റ്റേജർ വോൾട്ടേജ് കൺട്രോൾ, സപ്ലൈ ഫ്രീക്വൻസി, റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ, എനർജി റിക്കവറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെത്തേഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മെത്തേഡുകൾ നമ്മളിവിടെ ചർച്ച ചെയ്യും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഞാനൊരു ഫോർമുല മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിങ്കർണസ് സ്പീഡ് NS = 120 f/p. അതായത് സ്പീഡ് എന്നുള്ളത് ഫ്രീക്വൻസിനെയും നമ്പർ ഓഫ് പോൾസിനെയും ആശ്രയിച്ചിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ മെഷീൻ്റെ സ്പീഡ് കൂടും, ഫ്രീക്വൻസി കുറയുമ്പോൾ മെഷീൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, കുറയും. ആ ഫ്രീക്വൻസിനെ നമുക്ക് പവർ ഇലക്ട്രോണിക്സിൻ്റെ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അങ്ങനെ മെഷീൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ആ മെത്തേഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്പർ ഓഫ് പോൾസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, സ്പീഡ് കൂടും. നമ്പർ ഓഫ് പോൾസ് കൂടുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും, അതായത് നമ്പർ ഓഫ് പോൾസ് P. അതിൻ്റെ ഇപ്പോൾ ഒരു 4 പോളുള്ള മെഷീൻ്റെ സ്പീഡായിരിക്കില്ല 2 പോളുള്ള മെഷീൻ ഉണ്ടാവുക. അതായത് ഇപ്പോൾ 4 പോലുള്ള മെഷീൻ ഒരു 1000 RPM കറങ്ങണം വിചാരിക്കാം. എന്നാൽ 2 പോലുള്ള മെഷീൻ ചിലപ്പോൾ 2000 RPM കറങ്ങുണ്ടാവുക. പക്ഷേ നമ്പർ ഓഫ് പോൾസ് എന്നുള്ളത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് മെഷീൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സുഖമായിട്ടുള്ള മെത്തേഡ് ഫ്രീക്വൻസി നമ്മൾ പവർ ഇലക്ട്രോണിക് സർക്യൂട്ടൊക്കെ ഉപയോഗിച്ച് സപ്ലൈ ഫ്രീക്വൻസി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഭൂരിഭാഗം കേസിന് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നൊരു പരിപാടി എന്നുള്ളത്, ഇപ്പോൾ മെഷീൻ അക്രോസുള്ള വോൾട്ടേജ് ഒരു 100 വോൾട്ട് കിട്ടുമ്പോഴുള്ള സ്പീഡായിരിക്കില്ല 150 വോൾട്ട് കിട്ടുമ്പോൾ മെഷീൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്
വോൾട്ടേജും കൺട്രോൾ ചെയ്താൽ നമുക്ക് മെഷീൻ്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഭൂരിഭാഗം കേസിൽ ഉപയോഗിക്കുന്നത് സപ്ലൈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ NS=120F/P എന്നുള്ള ഫോർമുലയിൽ ഫ്രീക്വൻസിയും നമ്പർ ഓഫ് പോൾസിൻ്റെ ഒക്കെ ഒരു ഇതിൻ്റെ ബന്ധം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ 2 മാർക്കിന് ചോദിച്ചാൽ സ്പീഡ് കൺട്രോൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫോർമുല എഴുതി വെച്ചിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് ആ ഭാഗത്ത് നിന്ന് കിട്ടും. അടുത്തത് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ള കുറച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉള്ള ഒരു 3-4 മെത്തേഡ് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതാണ് AC വോൾട്ടേജ് കൺട്രോളർ. ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഒരു 3 ഫേസ് സപ്ലൈ ഉണ്ട്. ഇൻഡക്ഷൻ മോട്ടറിലേക്ക് ആ 3 ഫേസ് സപ്ലൈ ഡയറക്റ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, തൈറിസ്റ്റർ വഴിയാണ് കൊടുക്കുക. അപ്പോൾ ആ തൈറിസ്റ്ററിൻ്റെ ഗേറ്റ് സിഗ്നൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചിട്ട് തൈറിസ്റ്ററിൻ്റെ സ്വിച്ചിങ്ങൊക്കെ നമുക്ക് മാറ്റാം. അതിനനുസരിച്ചിട്ട് ഇൻഡക്ഷൻ മോട്ടറിലേക്കുള്ള സപ്ലൈ നമുക്ക് പല ലെവലിൽ കൺട്രോൾ ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഇൻഡക്ഷൻ മെഷീൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാനകത്ത് കാണാൻ നിങ്ങൾ ഫാനിൻ്റെ ഒരു റെഗുലേറ്റർ ഉണ്ടാവും. ആ റെഗുലേറ്ററിനകത്ത് ഇങ്ങനെ പഴയ കാലത്താണെങ്കിൽ ഇങ്ങനെ ടേച്ച് പൊട്ടിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ മീറ്റർ സെറ്റപ്പോ. ഇപ്പോൾ എന്നുള്ളത് നമ്മൾ സ്വിച്ച് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുന്ന ഒരു സ്വിച്ചിൻ്റെ വലുപ്പമുള്ള റെഗുലേറ്റർ വയ്ക്കുക. അതൊരു പവർ ഇലക്ട്രോണിക്സ് ഡിവൈസാണ് ഉപയോഗിക്കേണ്ടാവുക. നമ്മൾ ആ റെഗുലേറ്റർ ഇങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ അതിനകത്തൊരു ഡയാക്കോ ട്രയാക്കോ ഉണ്ടാവും. അതിനകത്തുള്ള ഗേറ്റ് സിഗ്നൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അതിനനുസരിച്ചിട്ട് ഫാനിലേക്കുള്ള വോൾട്ടേജ് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അതിനനുസരിച്ച് ഫാനിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അപ്പോൾ എനർജി ലോസ് വളരെ കുറവാണ്. പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ടൈപ്പ് സ്പീഡ് കൺട്രോളിനകത്ത്. അതായത് ഇപ്പോൾ ഫാൻ്റെ റെഗുലേറ്റർ എന്നുള്ളത് ഇലക്ട്രോണിക് ടൈപ്പാണ്. അതിനകത്ത് എനർജി ലോസ് വളരെ കുറവായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ പഴയ കാലത്തെ റെഗുലേറ്റർ വിചാരിക്കുക, അത് ആ ഫാൻ്റെ റെഗുലേറ്റർ കുറച്ച് നേരം ഫാൻ വർക്ക് ചെയ്താൽ കാണാൻ ചൂടായിട്ടുണ്ടാവും. എന്നാൽ പുതുതായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് റെഗുലേറ്റർ വിചാരിക്കുക, കുറച്ച് നേരം ഫാൻ കറങ്ങിയാലും റെഗുലേറ്റർ ചൂടാവുക പിടിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പോൾ അത് സിംഗിൾ ഫേസാണ്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് 3 ഫേസാണ്. അപ്പോൾ 3 ഫേസിനകത്ത് ഓരോ ഫേസിനകത്തും ഒരു പവർ ഇലക്ട്രോണിക്സ് ഡിവൈസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, മെഷീനിലേക്കുള്ള പവർ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പവർ ഇലക്ട്രോണിക്സ് ഡിവൈസിൻ്റെ ട്രിഗർ പൾസും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ സാധിക്കും. ഇത് 7 മാർക്കിന് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഹെഡിങ് ഇട്ടിട്ടാണ് ഞാൻ ചോദിക്കാറ്. അടുത്തത് വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോളർ. വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോളർ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇൻഡക്ഷൻ മെഷീനിലേക്ക് ഒരു പവർ സപ്ലൈ കൊടുക്കും. അത് വേരിയബിൾ ഫ്രീക്വൻസി വോൾട്ടേജ് സോഴ്സ് എന്നുള്ളൊരു ബ്ലോക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈൻ്റെ ഫ്രീക്വൻസി നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് മാറ്റും. ഫ്രീക്വൻസി വിചാരിച്ച ലെവലിലേക്ക് മാറ്റുക എന്നുള്ളത് ഇൻഡക്ഷൻ മെഷീൻ്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇൻഡക്ഷൻ മെഷീൻ ഇപ്പോൾ ഒരു 50 ഹെർട്സുള്ള ഒരു സപ്ലൈയാണ് വേണ്ടത്, അല്ലെങ്കിൽ 100 ഹെർട്സുള്ള സപ്ലൈ വേണ്ടത്. അതിനനുസരിച്ചുള്ള ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക. BF/VS എന്നുള്ള വേരിയബിൾ ഫ്രീക്വൻസി വോൾട്ടേജ് സോഴ്സ് എന്നുള്ള ഒരു ബ്ലോക്കിനകത്താണ്. അതിനകത്തൊരു പവർ ഇലക്ട്രോണിക്സ് ഡിവൈസാണ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് വിചാരിച്ച ഫ്രീക്വൻസിയിൽ ഈ സാധനം സെറ്റ് ചെയ്ത് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പുറത്ത് കാണാം, ബ്ലോക്ക് ഡയറത്തിൽ കാണാം, ഡിലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബ്ലോക്ക് ഡയറം കാണാം. പിന്നെ ഫ്ലക്സ് കൺട്രോളിൻ്റെ അടുത്തൊരു ബ്ലോക്ക് ഡയറം കാണാം. അതിനകത്ത് V സ്റ്റാറും F സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു V സ്റ്റാർ എന്നുള്ള വോൾട്ടേജും നമ്മുടെ ഈ ഒരു VF/VS എന്നുള്ള ബ്ലോക്കിലേക്ക് വരുന്നുണ്ട്. F സ്റ്റാർ എന്നുള്ളൊരു ഫ്രീക്വൻസിയും നമ്മുടെ VF/VS എന്നുള്ള ആ ഒരു ബ്ലോക്കിലേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ വിചാരിച്ച ഒരു വോൾട്ടേജും ഫ്രീക്വൻസിയും ഉള്ള സിഗ്നൽ നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് പോകണം. അപ്പോൾ ആ വിചാരിച്ച ലെവലിലേക്ക് അത് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അതിനൊരു റെഫറൻസ് വോൾട്ടേജും റെഫറൻസ് ഫ്രീക്വൻസിയും വേണം. അത് വന്ന് സപ്ലൈ വോൾട്ടേജും ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്ത ആ രീതിയിലേക്ക് മാറ്റി അത് നമ്മൾ ഇൻഡക്ഷൻ മെഷീനിൽ കൊടുത്താലാണ് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഓപ്പറേഷൻ നമുക്ക് ഇൻഡക്ഷൻ മെഷീനകത്ത് നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ ആ ഒരു 7 മാർക്കിന് 8 മാർക്കിനുള്ള ആൻസർ നമുക്ക് സുഖമായിട്ട് ചെയ്യാനും അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് VSI, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ കൺട്രോൾ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ 8 മാർക്കിൻ്റെ ചോദ്യമാണ് വരിക. ഈ 4 ഫിഗർ വരയ്ക്കുക, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മെഷീൻ ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ഫിഗർ A പറയുകയാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു DC പവർ സപ്ലൈയാണ് ഇൻപുട്ട് വരിക. അപ്പോൾ DC പവർ സപ്ലൈ നമ്മൾക്ക് വിചാരിച്ച ലെവലിലേക്ക് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ സാധാരണ ചോപ്പറാണ് ഉപയോഗിക്കുക. ചോപ്പറിൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത DC പവർ സപ്ലൈൻ്റെ ഒരു വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും കട്ട് ചെയ്ത് കളയാനൊക്കെ നമ്മൾ ചോപ്പർ ഉപയോഗിക്കും. അപ്പോൾ DC പവർ സപ്ലൈ ഫസ്റ്റ് വരും. അതൊരു ചോപ്പർ ഉപയോഗിച്ച് നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് മാറ്റും. ആ ചോപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി തുടക്കം മുതൽ പറയാം. ഒരു DC പവർ സപ്ലൈ ഉണ്ട്. DC പവർ സപ്ലൈനകത്ത് നമുക്ക് ആ ഒരു DC പവർ സപ്ലൈനെ വിചാരിച്ച ലെവലിലേക്ക് കൂട്ടാൻ വേണം, കുറയ്ക്കാൻ വേണം.
ആ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മൾ ചോപ്പറാണ് ഉപയോഗിക്കുക. അങ്ങനെ ചോപ്പറിൻ്റെ പുറത്തേക്ക് വരുന്ന സപ്ലൈ നമ്മൾ ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്ത ഹാർമോണിക്സ്, ഡിസ്റ്റോർഷൻസ്, നോയ്സ് സിഗ്നലൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞ് ഒരു 6th സ്റ്റെപ്പ് ഇൻവെർട്ടർ വഴി ഈ DC സപ്ലൈനെ നമ്മൾ വിചാരിച്ച വോൾട്ടേജും ഫ്രീക്വൻസിയും കറണ്ടൊക്കെ ഉള്ള AC സപ്ലൈ ആക്കി മാറ്റും. എന്നിട്ട് ഇൻഡക്ഷൻ മെഷീനിൽ കൊടുത്തിട്ട് ഇൻഡക്ഷൻ മെഷീൻ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. അതാണ് ഒന്നാമത്തെ സർക്യൂട്ട്. രണ്ടാമത്തെ സർക്യൂട്ടിൽ നമ്മൾ DC പവർ സപ്ലൈക്ക് പകരം ഒരു AC സപ്ലൈയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ AC സപ്ലൈ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൺട്രോളർ റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് ആ ACനെ നമ്മൾ എന്താക്കി മാറ്റി? DC ആക്കി മാറ്റി. ആ DC ആക്കി മാറ്റിയതിന് പിന്നെ നമ്മളൊരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ആവശ്യമില്ലാത്ത നോയ്സ്, ഡിസ്റ്റോർഷൻസ് അതേമാതിരിയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഫിൽറ്റർ ചെയ്ത് കളഞ്ഞു. എന്നതിന് ശേഷം ഒരു 6 സ്റ്റെപ്പ് ഇൻവെർട്ടർ വെച്ചിട്ട് ഈ DCനെ അഗൈൻ നമ്മൾ AC ആക്കി മാറ്റും. ഈ DCനെ നമ്മൾ അഗൈൻ AC ആക്കി മാറ്റുമ്പോൾ നമുക്ക് വേണ്ട വോൾട്ടേജും ഫ്രീക്വൻസിയും കറണ്ടും പവറൊക്കെ അവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് അത് ഇൻഡക്ഷൻ മെഷീനിലേക്ക് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ നമ്മൾ വിചാരിച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ 6th സ്റ്റെപ്പ് ഇൻവെർട്ടറിന് പകരം പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ ഇൻവെർട്ടർ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്നും എഴുതണ്ട, ജസ്റ്റ് ഈ ഫിഗർ വരയ്ക്കുക, അതിനകത്തുള്ള കാര്യങ്ങൾ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു DC പവർ സപ്ലൈ ഉണ്ടാവും. ആ DC പവർ സപ്ലൈ നേരെ ഫിൽറ്റർ വഴി എന്ത് ചെയ്യും? PWM ഇൻവെർട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ DC പവർ സപ്ലൈക്ക് അകത്തുള്ള ആവശ്യമില്ലാത്ത നോയ്സ്, ഡിസ്റ്റോർഷൻസും കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്ത് അത് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് വന്ന് ആ ഇൻവെർട്ടർ നമ്മൾ വിചാരിച്ച രീതിയിൽ അതിന് AC പവർ സപ്ലൈ ആക്കിയിട്ട് ഇൻഡക്ഷൻ മെഷീനിൽ കൊടുക്കും. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ നാലാമത്തെ ഫിഗർ ഡിക്കകത്ത് കണ്ടതുപോലെ AC പവർ സപ്ലൈ എന്ന് വിചാരിക്കാം. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? DC ആക്കണം. അപ്പോൾ ഒരു ഡയോഡ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് അതിനെ DC ആക്കും. എന്നിട്ട് അതിനെ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത സിഗ്നലിനൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞ് പിന്നെ അതിനെ PWM ഇൻവെർട്ടർ വഴി ആ DCനെ അഗെയിൻ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള വോൾട്ടേജും ഫ്രീക്വൻസിയും കറണ്ടൊക്കെ ഉള്ള AC പവർ സപ്ലൈ ആക്കി മാറ്റിയിട്ട് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുക്കും. എന്നിട്ട് മെഷീൻ വർക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് VSI കൺട്രോളിൽ ഇൻഡക്ഷൻ മോട്ടർ ഡ്രൈവ്സ് എന്നുള്ളത്. 8 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാണ്ടാവുക. ഈ 4 ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ 2 ഫിഗറിൽ കാണാം DC പവർ സപ്ലൈ വന്നാൽ വിചാരിച്ച ലെവലിലേക്ക് പിടിക്കാൻ വേണ്ടി ചോപ്പർ വയ്ക്കും. AC പവർ സപ്ലൈ ആണെങ്കിൽ റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് അതിനെ DC ആക്കും. അതേപോലെ തൊട്ടടുത്ത ഫിഗറിലാണെങ്കിൽ DC സപ്ലൈ നേരെ PWM ഇൻവെർട്ടർ വഴി AC ആക്കി പുറത്തേക്ക് എടുക്കും. AC പവർ സപ്ലൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് അതിനെ റെക്ടിഫൈ ചെയ്ത് പിന്നെ ഫിൽറ്റർ ചെയ്തിട്ട് PWM ഇൻവെർട്ടർ വഴി ആ DCനെ കുഞ്ഞ് AC ആക്കി മാറ്റിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് എടുക്കണമെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഫിഗർ 4 കാണുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ തോന്നും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഒരു തലക്കുന്ന് മറ്റേ തല വരെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പഠിക്കാവുന്നതും എഴുതാവുന്നതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാം. 8 മാർക്കിൻ്റെയോ 7 മാർക്കിൻ്റെയോ ചോദ്യമായിട്ട് എന്തായാലും ഇത് ചോദിക്കും. അടുത്തത് സൈക്ലോ കൺവെർട്ടർ. ഇത് കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ പവർ ഇലക്ട്രോണിക്സിനകത്ത് പഠിച്ച കാര്യമാണ്. അപ്പോൾ അവിടെ പഠിച്ച അത്ര കോംപ്ലിക്കേഷനിൽ ഇതിൻ്റെ ഓരോ പൾസും വേവ് ഫോമും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സൈക്ലോ കൺവെർട്ടർ എന്താണെന്ന് എഴുതാം, അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ 8 മാർക്കിന് 7 മാർക്കിനാണ് ചോദിക്കുക. ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കും. എത്ര മാർക്കിന് ചോദിച്ചാലും പകുതി മാർക്ക് ഇതിൻ്റെ ഫിഗറിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ സൈക്ലോ കൺവെർട്ടർ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഒരു RYB സപ്ലൈ ഫിഗർ എക്കകത്ത് കാണാം. ഒരു RYB സപ്ലൈ ഉണ്ടാവും. അങ്ങനെ ഓരോ ഫേസിൽ നിന്നും ഓരോ തൈറസ്റ്റർ വഴി, ഇപ്പോൾ ഒരു ഫേസിനകത്ത് തന്നെ 6 തൈറസ്റ്റർ വഴിയാണ് എന്ത് ചെയ്യുക? സപ്ലൈ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ആദ്യം 3 ഉണ്ടാവും, അതിൻ്റെ നടുക്കൊരു ഫിൽറ്റർ കൊടുക്കും, പിന്നെ തൊട്ടടുത്ത സൈഡിൽ 3 ഉണ്ടാവും. അപ്പോൾ വലതുഭാഗത്തും 3 തൈറസ്റ്റർ വഴി RYBയിൽ സപ്ലൈ എടുക്കും. എന്നിട്ട് അതിന് ഒരു ഫിൽറ്റർ വഴിയാണ് എന്ത് ചെയ്യുക? ഇൻഡക്ഷൻ മോട്ടറിലേക്ക് പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ 3 ഫേസിലും കൂടിയിട്ട് ഏകദേശം 18ഓളം തൈറസ്റ്ററാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗർ തന്നെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. പിന്നെ ഒരു 3 ഫേസിൻ്റെ ഒരു വേവ് ഫോമും വരച്ച് വയ്ക്കുക, അതിൻ്റെ വേവ് ഫോമായിട്ട്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മുടെ PPTക്കകത്ത് കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള ഫിഗറാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ വരയ്ക്കാൻ പറ്റും. പിന്നെ ഒരു 3 ഫേസിൻ്റെ ഒരു വേവ് ഫോം വരയ്ക്കുക. പിന്നെ ഒരു എന്താ പറയുക, സൈക്ലോ കൺവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനകത്ത് നിന്ന് ഒരു AC സപ്ലൈക്കകത്ത് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന പരിപാടിൻ്റെ നമ്മൾ സൈക്ലോ കൺവെർട്ടർ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ എഴുതി വയ്ക്കുക. ഈ ഫിഗറും കാര്യങ്ങളൊക്കെ വരച്ച് വേവ് ഫോമൊക്കെ വരച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു അതിൻ്റെ മാർക്ക് കിട്ടും. 6 മാർക്ക് 7 മാർക്ക് 8 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഈ ഫിഗറിന് പകുതി മാർക്ക് ഉണ്ടാവും. അടുത്തത് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ നേരത്തെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കറണ്ട് സോഴ്സ് ഇൻവെർട്ടറാണ്.
അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫിഗർ കാണാം, ഒരു AC പവർ സപ്ലൈ വന്നാൽ ഉടനെ നമുക്ക് അതിനെ AC ആക്കി മാറ്റണം. അപ്പോൾ ഒരു റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് AC പവർ സപ്ലൈനെ നമ്മൾ എന്താക്കി മാറ്റി, DC പവർ സപ്ലൈക്ക് മാറ്റി. എന്നിട്ട് ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആവശ്യമില്ലാത്ത നോയ്സും ഡിസ്റ്റോർഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിൽ നിന്ന് നമ്മൾ ആ ഒരു വന്നിരിക്കുന്ന DCനെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള വോൾട്ടേജും കറണ്ടും ഫ്രീക്വൻസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിന് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിനകത്തേക്ക് നമുക്ക് വിചാരിച്ച രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കിട്ടും. രണ്ടാമത്തെ ഫിഗറിനകത്ത് കാണാൻ DC പവർ സപ്ലൈയാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു DC പവർ സപ്ലൈ വന്നാൽ നമുക്ക് വിചാരിച്ച ലെവലിലേക്ക് അതിൻ്റെ ആ ഒരു വോൾട്ടേജ് ലെവലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചോപ്പറാണ് ഉപയോഗിക്കുക. അപ്പോൾ ചോപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ വിചാരിച്ച ലെവലിലേക്ക് മാറ്റി ഫിൽറ്റർ ഉപയോഗിച്ച് അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് CSI വഴി ആ DC പവർ സപ്ലൈനെ നമ്മൾ വിചാരിച്ച് AC പവർ സപ്ലൈ ആക്കി മാറ്റിയിട്ട് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുത്ത് മെഷീൻ വർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. AC പവർ സപ്ലൈ വന്നാൽ ഉടനെ നമ്മൾ ഒരു റെക്ടിഫയർ ഉപയോഗിച്ച് അതിനെ DC ആക്കി മാറ്റും. എന്നിട്ട് നമ്മൾ അതിനെ ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ വഴി ആ DCനെ ആക്കി നമ്മൾ AC ആക്കും. അപ്പോൾ AC ആക്കണ സമയത്ത് നമുക്ക് വേണ്ട വോൾട്ടേജും ഫ്രീക്വൻസിയും കറണ്ടും പവറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്യും. അതല്ല DC പവർ സപ്ലൈയാണ് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോപ്പറാണ് ഉപയോഗിക്കുക. ചോപ്പർ ഉപയോഗിച്ചിട്ട് ആ DC പവർ സപ്ലൈ നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് കൺട്രോൾ ചെയ്ത് പിടിക്കും. എന്നിട്ടൊരു ഫിൽറ്റർ വഴി കടത്തി വിട്ടാൽ അതിനകത്ത് ആവശ്യമില്ലാത്ത സിഗ്നലൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളയും. എന്നതിന് ശേഷം കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ആ DC പവർ സപ്ലൈ നമ്മൾ AC പവർ സപ്ലൈക്ക് മാറ്റി ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുത്ത് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനകത്ത് ചോദിച്ചാൽ നമുക്ക് പ്രധാനമായിട്ടും വരച്ച് എഴുതാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക, അതിന് പകുതി മാർക്ക് ഉണ്ടാവും. ബാക്കി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഭൂരിഭാഗം സമയത്ത് 8 മാർക്കിനെ ചോദിക്കുക, അല്ലെങ്കിൽ 6 മാർക്ക് 7 മാർക്കിന് ചോദിക്കും. എന്തായാലും വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഏതെങ്കിലും ഒരു ചോദ്യം 7 മാർക്കിന് 8 മാർക്കിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. അടുത്തത് സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളറാണ്. അപ്പോൾ സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് കറങ്ങുക. ഈ പവർ ഫാക്ടർ ഏകദേശമൊക്കെ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നിങ്ങൾ മുമ്പ് പഠിച്ച പവർ ഇലക്ട്രോണിക്സുള്ള ചെറിയൊരു സർക്യൂട്ട് തന്നെയാണ്. അതൊരു 3 ഫേസ് പവർ സപ്ലൈ നമ്മൾ കൊടുത്തു. അതിനൊരു തൈറസ്റ്റർ വെച്ചിട്ടൊരു റെക്ടിഫയറിൻ്റെ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 3 ഫേസ് പവർ സപ്ലൈ നമ്മൾ ആദ്യം റെക്ടിഫൈ ചെയ്ത് DC ആക്കി മാറ്റി. ആ DCനെ നമ്മളൊരു ഫിൽറ്റർ വഴി കടത്തി വിട്ടു. അതാണ് LD എന്നുള്ള കണ്ടിട്ടുണ്ടാവുക. അതിനെ ആ ഫിൽറ്റർ വഴി കടത്തി വിട്ടിട്ട് എഗൈൻ ഈ DCനെ നമ്മൾ എന്താ ചെയ്യും, AC ആക്കി മാറ്റും. AC ആക്കി മാറ്റിയിട്ട് നമ്മൾ സിങ്ക്രണസ് മോട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ വന്ന 3 ഫേസ് സപ്ലൈ നമ്മൾ റെക്ടിഫയർ ഉപയോഗിച്ചു. അതിനെ AC നമ്മൾ DC ആക്കി. അത് ഫിൽറ്റർ വഴി നമ്മൾ കടത്തി വിട്ടിട്ട് അതിനകത്ത് ആവശ്യമില്ലാത്ത സിഗ്നലൊക്കെ നമ്മൾ ഇതാക്കി. പിന്നെ ഈ DCനെ ആക്കി നമ്മൾ AC ആക്കുമ്പോൾ സിങ്ക്രണസ് മോട്ടറിൻ്റെ ആക്ച്വൽ നമ്മുടെ പെർഫോമൻസിന് വേണ്ട റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റിന് വേണ്ട പവർ ക്വാളിറ്റി എന്തൊക്കെയാണ്, അതിൻ്റെ വോൾട്ടേജ് ലെവൽ, കറണ്ട് ലെവൽ, ഫ്രീക്വൻസി, പവർ ലെവൽ എന്താണോ ആ ഒരു സംഭവം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ഈ DCനെ അഗൈൻ AC ആക്കുമ്പോഴാണ്. അപ്പോൾ അതിനാണ് അങ്ങനത്തെ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വന്ന 3 ഫേസ് സപ്ലൈ നമ്മൾ AC ആണ്, അതിനെ DC ആക്കി മാറ്റി. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്തു, സോഴ്സ് സൈഡ് കൺവെർട്ടർ ഉപയോഗിച്ചു. പിന്നെ LD എന്നുള്ള ഒരു ഫിൽറ്റർ വഴി അതിനെ കടത്തിവിട്ട് ആവശ്യമില്ലാത്ത സൈഡിലൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തു. പിന്നെ ലോഡ് സൈഡ് കൺവെർട്ടറിൽ ഇപ്പോൾ നമ്മൾ DC ആക്കിയിട്ട് കടത്തി വിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, സോഴ്സ് സൈഡ് കൺവെർട്ടറിൽ അതിനെ അഗൈൻ AC ആക്കി മാറ്റും. ആ AC ആക്കി മാറ്റുന്ന സമയത്ത് AC പവർ സപ്ലൈ ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ഉറപ്പുവരുത്തും. എന്നതിന് ശേഷം അതിനെ സിങ്ക്രണസ് മോട്ടറിലേക്ക് കൊടുത്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇതൊരു 6 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. അതേപോലെ സിങ്ക്രണസ് മോട്ടർ സ്പീഡ് കൺട്രോളർ വേറൊരു തന്നെയാണ്. അതായത് നമ്മൾ കുറച്ച് മുമ്പേ ഇൻവെർട്ടറും അതായത് അന്ന് AC-നെ DC ആക്കി പിന്നെ അഗൈൻ DC-നെ നമ്മൾ AC ആക്കുന്ന സെറ്റപ്പാണ് പറഞ്ഞത്. ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്ലോ കൺവെർട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, AC പവർ സപ്ലൈനെ ഡയറക്റ്റ് നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് ആക്കിയിട്ട് സിങ്ക്രണസ് മോട്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതൊരു 6 മാർക്കിനാണ് ചോദിക്കാറ്. പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ, അതിൻ്റെ കുറച്ച് ഇപ്പോൾ ഇവിടെ കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഈ PPT-ക്കകത്ത്. ഇതൊരു 6 മാർക്കിനാണ് സാധാരണ രീതിയിൽ ചോദിക്കാറ്. എന്താ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറും വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ബാക്കി കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്താണ്, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്താണെന്നുള്ളത് എഴുതി വയ്ക്കുക. അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ അതിന് അവർ തമ്മിലുള്ള കമ്പാരിസനായി. അപ്പോൾ 6 മാർക്കിന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം മാർക്കിടാനുള്ള കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ പുറമെ ഒന്നും കൂടി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ കൊടുത്ത പോയിൻറ്റ്സും കൂടി ചേർത്തിട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നൊരു ഇൻഡക്ഷൻ മോട്ടർ എന്താണെന്നുള്ളതും
അത് എത്ര സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുക എന്നുള്ളതും അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഇത്രയധികം കൂടാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. അത് നമ്മൾ ഈ ഒരു ചർച്ചയുടെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചത് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. പിന്നെ ഉള്ളത് ഈ മെഷീൻ്റെ പെർഫോമൻസ് സ്കെയില നമ്മളടുത്ത് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അത് ഒരുപാട് പെർഫോമൻസ് സ്കെയില നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓരോ മെഷീൻ്റെയും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കാരേ വേണ്ടുള്ളൂ. അത് BP ഇത്ര തുടക്കത്തിൽ നമ്മൾ കൊടുത്തത് മതി. പിന്നെ അതിന് ശേഷം മെഷീൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡ്. അപ്പോൾ മെഷീൻ്റെ സ്റ്റാർട്ടർ എന്താ ഉപയോഗിക്കുക എന്നുള്ള 2 മാർക്കിന് ചോദിക്കും. അതിൻ്റെ പുറമെ ഡ്യുവൽ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ സ്റ്റാർട്ടല്ല സ്റ്റാർട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർട്ടർ 7 മാർക്കിന് 8 മാർക്കിന് ചോദിക്കും. അത് നിങ്ങൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. ഒന്നുകൂടി പൊടി തട്ടി എടുത്ത് പഠിക്കുക, ഇവിടെ പരീക്ഷയ്ക്ക് എഴുതുക. അത് കഴിഞ്ഞാൽ പിന്നെ മെഷീൻ്റെ ബ്രേക്കിംഗ് മെത്തേഡാണ്. അത് തന്നെ പ്ലഗിങ്, റീജനറേറ്റീവ് ബ്രേക്കിങ്, ഡൈനാമിക് ബ്രേക്കിംഗ് പോലത്തെ മെത്തേഡുകളാണ് പ്രധാനമായിട്ടുള്ളത് ആ ഭാഗത്ത് നിന്ന്. അപ്പോൾ സ്റ്റാർട്ടിംഗ് മെത്തേഡിന് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടർ 7 മാർക്കിന് 8 മാർക്കിന് ചോദിക്കും. ബ്രേക്കിംഗ് മെത്തേഡിന് ഏതെങ്കിലും ഒരു മെത്തേഡ് 7 മാർക്കിന് 8 മാർക്കിന് ചോദിക്കും. അത് നിർബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഉള്ളത് മെഷീൻ്റെ സ്പീഡ് കൺട്രോളാണ് നമ്മൾ പറഞ്ഞത്. സ്പീഡ് കൺട്രോളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു SA പാർട്ടിൻ്റെ അവിടെ 6 മാർക്കിൻ്റെ അവിടെ 2 മാർക്കിൻ്റെ അവിടെയൊക്കെ ചോദിക്കാറുണ്ട്. അതിലധികം ചോദിക്കാറ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറോ അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറോ സൈക്ലോ ഇൻവെർട്ടറൊക്കെയാണ്. പിന്നെ ഇവർ തമ്മിലുള്ള കമ്പാരിസണും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2ാമത്തെ മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ടും പഠിക്കുവാനും എഴുതുവാനും ഉള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് അതിൻ്റെ മറ്റു സബ്ജക്റ്റുകൾ പഠിക്കുന്നത് പോലെ ഒരുപാട് അങ്ങോട്ട് പഠിക്കുവാനും എഴുതുവാനും വരയ്ക്കുവാനൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവണം. നമ്മൾ ആ ഫിഗർ ഒന്ന് വരയ്ക്കണം. ആ ഫിഗറിനകത്ത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കണം. ഇതിൻ്റെ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിന് നമ്മൾ പോകുമ്പോൾ ഇതെന്നുള്ളത് ഒരു എലക്റ്റീവ് പേപ്പറാണ്. ഡ്രൈവ്സ് എന്താണെന്നുള്ളത് കുട്ടിക്ക് അറിയാം, അതെന്തിനാണ് ഉപയോഗിക്കാമെന്നറിയാം, അതിൻ്റെ ആപ്ലിക്കേഷൻ അറിയാം, ജസ്റ്റ് അതിൻ്റെ ബേസിക്സ് അറിയാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വാല്യുവേഷൻ്റെ സമയത്ത് നമ്മൾ പരിഗണിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അതിൻ്റെ ഫിഗർ വരച്ച് വയ്ക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. നമുക്ക് എന്തായാലും മാർക്കിടാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് പഠിക്കണം. അപ്പോൾ മുമ്പ് പഠിച്ച സബ്ജക്റ്റുകളൊന്നും തന്നെ പൊടി തട്ടിയെടുത്തിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഡ്രൈവ്സ്. പ്രത്യേകിച്ച് ഇതിൻ്റെ 2ാമത്തെ മൊഡ്യൂൾ എന്നുള്ളത് ഇൻഡക്ഷൻ മെഷീനും 3ാമത്തെ മൊഡ്യൂൾ എന്നുള്ളത് DC മെഷീൻസുമാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് ആ ഒരു ഓർമ്മയിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക മൊഡ്യൂൾ ഒഴിവാക്കാതെ അതും എന്തായാലും പഠിച്ചു പോകുമ്പോൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്ത് പോയാൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത മൊഡ്യൂളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.